UAE-യിൽ ഒറ്റ ദിവസം കൊണ്ട് പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലുമുണ്ടായത് കോടികളുടെ നഷ്ടം. റിപ്പോർട്ടുകൾ പ്രകാരം 75 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഴയാണ് 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പെയ്തത്. അബുദാബി അലൈൻ മേഖലയിൽ മാത്രം ഒറ്റ ദിവസം 254.8 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ശക്തമായ മഴയും കാറ്റും മൂലം കോടികളുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കുന്നത്. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ചില ഫാമുകൾ വെള്ളത്തിനടിയിലായി. 8 അടിയോളം ഉയരത്തിലാണ് ചില ഫാമുകളിൽ വെള്ളം പൊങ്ങിയത്. ഫാമുകളിൽ വെള്ളം കയറി വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. വെള്ളക്കെട്ട് നീക്കാൻ വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ടാങ്കുകളിൽ ശേഖരിച്ചു മാറ്റുകയാണ്. വീടുകളിലും വാഹനങ്ങളിലും വെള്ളം കയറി പലർക്കും വിലപ്പെട്ട രേഖകൾ നഷ്ടമായിട്ടുണ്ട്. ഒട്ടേറെ പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ചൊവ്വാഴ്ച നിർത്തിവെച്ച വിമാന സർവീസുകൾ ഇന്നലെ മുതൽ ഉച്ചയ്ക്ക് ശേഷമാണ് പുനരാരംഭിച്ചത്. അടുത്ത 5 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് അറിയിപ്പ്. ഇന്നു മുതൽ താപനില വർദ്ധിക്കും. കേരളത്തിൽ നിന്ന് UAE-യിലേക്കും തിരിച്ചുമുള്ള ഒട്ടേറെ വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെ ടിക്കറ്റ് റദ്ദാക്കി പണം മടക്കി നൽകണമെന്ന് യാത്രക്കാരിൽ ചിലർ ആവശ്യപ്പെട്ടത് സംഘർഷത്തിനിടയാക്കുകയും ചെയ്തു. അതിനിടെ ദുബായിലെ പ്രളയ സമാന സാഹചര്യം ക്ലൗഡ് സീഡിംഗ് മൂലമല്ലെന്ന് UAE കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. ജലലഭ്യതയ്ക്കായും ക്ലൗഡ് സീഡിങ്ങിനെ UAE ആശ്രയിക്കാറുണ്ട്. എന്നാൽ നിലവിലെ മഴയ്ക്ക് കാരണം ക്ലൗഡ് സീഡിംഗ് മൂലമല്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കൊടുങ്കാറ്റുകളാണ് നിലവിൽ ദുരന്തം വിതച്ച മഴയ്ക്ക് കാരണമായിട്ടുള്ളത്. മഴ സാധ്യതയുള്ള മേഘങ്ങൾ കണ്ടെത്തി സിൽവർ അയഡൈഡ്, ഡ്രൈ ഐസ് തുടങ്ങിയ രാസവസ്തുക്കൾ വിതറി മഴ പെയ്യുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ്. 25,000 അടി ഉയരത്തിൽ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് രാസവസ്തുക്കൾ മേഘങ്ങൾക്ക് മുകളിൽ വിതറുക. ജലലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും ക്ലൗഡ് സീഡിംഗ് നടത്താറ്. 50% മഴയ്ക്ക് സാധ്യതയുള്ള മേഘങ്ങളിലാണ് ക്ലൗഡ് സീഡിംഗ് നടത്തുക. ഇതോടെ ഇത്തരം മേഘങ്ങളിൽ നിന്ന് മഴ ലഭിക്കാനുള്ള സാധ്യത 75% വരെയാകും. ക്ലൗഡ് സീഡിംഗിൽ മഴമേഘങ്ങളെ കൃത്രിമമായി നിർമ്മിക്കുന്നതല്ല, മറിച്ച് പ്രകൃതി നിശ്ചയിക്കുന്ന സ്ഥലത്ത് പ്രകൃതിക്ക് ഇഷ്ടമുള്ള നേരത്തെ പെയ്ക്കാനുള്ള കാത്തുവച്ചിരിക്കുന്ന മേഘങ്ങളെ മനുഷ്യൻ നിർബന്ധിച്ച് വേറെ മേഖലകളിൽ പെയ്ക്കുകയാണ് ചെയ്യുന്നത്. UAE റിസർച്ച് പ്രോഗ്രാം ഫോർ റെയിൻ എൻഹാൻസ്മെന്റ് സയൻസ് എന്ന പേരിൽ പ്രത്യേക പദ്ധതി തന്നെ ഇതിനായി നടപ്പാക്കിയിട്ടുണ്ട്. ജലലഭ്യത ഉറപ്പാക്കാനുള്ള സുസ്ഥിരമായ സംവിധാനമായാണ് UAE ഇതിനെ കണക്കാക്കുന്നത്. പ്രകൃതി സൗഹൃദമായ തരത്തിലുള്ള ചെലവ് ചുരുക്കിയാകും ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ക്ലൗഡ് സീഡിംഗ് നടത്തുന്നതെന്ന് NCM അവകാശപ്പെടുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിവർഷം 300ഓളം ക്ലൗഡ് സീഡിംഗ് മെഷീനുകളാണ് നിലവിൽ UAE നടത്തുന്നത്. ഇത് വാർഷിക മഴ ലഭ്യതയിൽ 10 മുതൽ 15% വരെ വർധനയുണ്ടാക്കുന്നുവെന്നാണ് കണക്ക്. ഫെബ്രുവരിയിൽ 4 ദിവസത്തിനിടെ 25-ലധികം തവണ ക്ലൗഡ് സീഡിംഗ് നടത്തിയതായി രാജ്യത്തെ കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. 2015-ൽ UAE റിസർച്ച് പ്രോഗ്രാം ഫോർ റെയിൻ എൻഹാൻസ്മെന്റ് സയൻസ് പദ്ധതി തുടങ്ങിയത് മുതൽ 14 പ്രോജക്റ്റുകൾ 85-ലധികം രാജ്യങ്ങളുമായി സഹകരിച്ച് UAE നടപ്പാക്കിയിട്ടുണ്ട്. ഇതിനായി $22.5 മില്യൺ ചെലവഴിച്ചത്. നിലവിൽ 60-ലധികം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖലയാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. സംയോജിത റഡാർ ശൃംഖലയുടെ നിരന്തര നിരീക്ഷണം നടത്തിയാണ് ക്ലൗഡ് സീഡിംഗ് പ്രവർത്തനം. 5 പ്രത്യേക വിമാനങ്ങൾ ഇതിനായി മാത്രം UAE സജ്ജമായി നിലനിർത്തിയിട്ടുണ്ട്. ക്ലൗഡ് സീഡിംഗ് ആവശ്യമായ ഫ്ലെയറുകൾ നിർമ്മിക്കാൻ ഒരു അത്യാധുനിക ഫാക്ടറിയും UAE-യിൽ പ്രവർത്തിക്കുന്നുണ്ട്. അനുകൂല സാഹചര്യം ഉണ്ടായാൽ അവ വിലയിരുത്തി ഏത് സമയത്തും ക്ലൗഡ് സീഡിംഗ് നടത്തുകയാണ് രീതി. അതിനിടെ കനത്ത മഴ തുടരുന്നതിനാൽ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് ഇതുവരെ 884 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇന്ന് രാവിലെ ടെർമിനൽ 1-ലും 3-ലും പ്രവർത്തനം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. റോഡുകളും ജനജീവിതവും സാധാരണ നിലയിലാക്കാൻ ശ്രമം തുടരുകയാണ്. ദുരിതം ബാധിച്ച ജനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശം നൽകി.